Dear students, +1 മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 1 സെറ്റ്സ് പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 പാർട്ടുകളിൽ സെറ്റ് എന്ന ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് സെറ്റ്സ്, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം ഇവ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്പർ ഓഫ് സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ഏതാനും പ്രോബ്ലംസും നമ്മൾ അവിടെ ചെയ്യുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എന്ന ചാപ്റ്ററിലെ കൂടുതൽ ടോപ്പിക്സ് നമ്മൾ പരിചയപ്പെടുന്നു. സബ്സെറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ് എന്ന് നോക്കാം. ഡെഫിനിഷൻ: എ സെറ്റ് എ ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി if every element of A is also an element of B. A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുള്ളവ തന്നെയായിരിക്കണം. സബ്സെറ്റ് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് വായിക്കുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്നാണ്. ഇതതിൻ്റെ നൊട്ടേഷനാണ് എ സബ്സെറ്റ് ഓഫ് ബി. ദാറ്റ് ഈസ് എ എലമെൻ്റ് ഓഫ് എ ഇംപ്ലൈസ് എ എലമെൻ്റ് ഓഫ് ബി. എ എന്നത് സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ എയുടെ ഒരു എലമെൻ്റ് ആയാൽ സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ബിയുടെ എലമെൻ്റ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ എ സെറ്റ് 1 2 3. അത് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന് പറയുന്നത് 1 2 3 4 5. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് വലിയ സെറ്റാണ്. ആ വലിയ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് 1 2 3 4 5. അതിൽ നിന്ന് 1 2 3 എന്ന് പറയുന്ന മാത്രം എലമെൻറ്റ്സ് ചൂസ് ചെയ്താൽ 1 2 3 മാത്രം ചൂസ് ചെയ്താൽ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഫോം ചെയ്തെടുക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന ഐഡിയ ഈ ഒരു ഫിഗറിലൂടെ മനസ്സിലാക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 3 5. ബി അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുന്നത് 1 3 5 തന്നെയാണ്. അതായത് എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി എയുടെയും സബ്സെറ്റ് ആണ്. അതിൻ്റെ മീനിങ് എയും ബിയും ഈക്വൽ ആണ്. അപ്പോൾ എയും ബിയും ഈക്വൽ ആയാൽ എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു, ബി എന്ന് പറയുന്നത് എ ബി സി ഡി. ഇവിടെ എയുടെ സബ്സെറ്റ് ആണോ ബി എന്ന് നോക്കുക. എയിലുള്ള എലമെൻറ്റ്സ് ബിയിലുള്ളത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ല എന്ന് കാണാൻ സാധിക്കും. ഇ എന്ന് പറയുന്ന എയിലുള്ള എലമെൻ്റാണ് ഇ, പക്ഷേ ഇ എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലില്ല. അതേപോലെ തന്നെ ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബിയിലുള്ള എലമെൻറ്റ്സ് സ്മോൾ ലെറ്റർ ബി അത് എയിലില്ല. അപ്പോൾ നമുക്ക് പറയാം എ ബിയുടെയോ ബി എയുടെയോ സബ്സെറ്റ് അല്ല. നെക്സ്റ്റ് വൺ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിന് കൊടുക്കുന്ന ഹെഡിങ് ആണ് നോട്ട്സ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമത്, ഇഫ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല എങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി. ഈ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മൾ ധാരാളം സിമ്പിൾസ് ഇവിടെ പഠിക്കുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയുള്ളൊരു ചാപ്റ്ററാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് നമ്മൾ ഇവിടെ നിന്നും പഠിക്കുന്നു. മാത്തമാറ്റിക്സിന് ഉപയോഗിക്കുന്ന ഭാഷ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസും കാര്യങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. എ സബ്സെറ്റ് ഓഫ് ബി ദാറ്റ് ഇംപ്ലൈസ്, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയാൽ എവരി എലമെൻ്റ് ഓഫ് എ, എയിലുള്ള എല്ലാ എലമെൻസും ബിയിലും ഉള്ളതായിരിക്കും. അടുത്തത്, എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ. എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി എയുടെ സബ്സെറ്റ് ആയാൽ അതിൻ്റെ മീനിങ് എ ഈക്വൽ ടു ബി. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടതാണ്.
അടുത്തത് എ സബ്സെറ്റ് ഓഫ് എ. ഏതൊരു സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. എ അതിൻ്റെ തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അടുത്തത് നൾ സെറ്റ്. ഫൈ എന്ന സിമ്പിൾ കാണാം. ആ ഫൈ എന്ന് പറഞ്ഞ സിമ്പിൾ നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, എ നോട്ട് ഈക്വൽ ടു ബി. എ ബിയുടെ സബ്സെറ്റ് ആണ്, അതേസമയം എ ബിക്ക് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ എ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബിയെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ് ഓഫ് എ. അടുത്തത് ഇഫ് എ സെറ്റ് എ ഹാസ് ഓൺലി വൺ എലമെൻറ്റ്. ഒരേ ഒരു എലമെൻ്റ് ഉള്ള സെറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാം, സിംഗിൾട്ടൺ സെറ്റ് സ്മോൾ ലെറ്റർ എ. അതായത് ആ സെറ്റിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് സ്മോൾ ലെറ്റർ എ ആണ്. ഒരേ ഒരു എലമെൻറ്റ് വരുന്ന സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. എ സബ്സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദ ഒറിജിനൽ സെറ്റ് ഈസ് കോൾഡ് ഇംപ്രോപ്പർ സബ്സെറ്റ്. അതായത് ഒരു സെറ്റും അതിൻ്റെ സബ്സെറ്റും ഈക്വൽ ആയാൽ അത് ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ്. ഒരു സബ്സെറ്റിനകത്ത് അതിൻ്റെ ഒറിജിനൽ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇംപ്രോപ്പർ സബ്സെറ്റിൻ്റെ നൊട്ടേഷനാണ് സബ്സെറ്റും ഈക്വൽ ടു സൈനും ഒരുമിച്ച് വരുന്നതാണ്. സബ്സെറ്റുമാണ് ഈക്വലുമാണ് എന്നാണ് എൻ്റെ മീനിങ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകൾ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ കൗണ്ടിങ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. എല്ലാ ഇൻഡിജേഴ്സും റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. പിയും ക്യൂവും ഇൻഡിജേഴ്സാണ്. ക്യൂ നോട്ട് ഈക്വൽ ടു 0. നാച്ചുറൽ നമ്പേഴ്സും ഇൻഡിജേഴ്സും റാഷണൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണെന്ന് നമുക്ക് പറയാം. ഇതെല്ലാം തന്നെ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളാണ്. അടുത്ത ടോപ്പിക് ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ. Let a comma b element of R and a less than b, then the set of real numbers x such that a less than x less than b is called an open interval and is denoted by open interval ab. ഓപ്പൺ ഇൻ്റർവെൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓർഡിനറി ബ്രാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർഡിനറി ബ്രാക്കറ്റ് a comma b. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് a less than x less than b. എ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എ അവിടെ ഇൻക്ലൂഡഡ് അല്ല. ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ ബിയും ഇൻക്ലൂഡഡ് അല്ല. എ മുതൽ ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി. അതാണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ ലൈനിൽ അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കാണാം. എ എന്ന പോയിന്റിൽ ഒരു സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന പറഞ്ഞ പോയിന്റിലും ഒരു സർക്കിളാണ്, അതായത് ഒരു ഹോളായിട്ട് പരിഗണിക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഇല്ല, അവിടെ ഒരു ഹോളായി പരിഗണിക്കാം. ബി എന്ന് പറയുന്ന പോയിന്റും അവിടെ വന്നിട്ടില്ല. അതിനിടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ്, ഏത് രണ്ട് പോയിന്റ് എടുത്താലും അതിനിടയിൽ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സാണ് ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ പ്രത്യേകത എൻഡ് പോയിന്റ്സ് അവിടെ ഇൻക്ലൂഡഡ് ആണ്. എൻഡ് പോയിന്റ്സ് അതായത് എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. എ തൊട്ട് ബി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് എ ആൻഡ് ബി. അവിടെ അത് നമ്പർ ലൈനിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കാണാം. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം അതിനിടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ചേർന്നതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അടുത്തത് പവർ സെറ്റ്. The collection of all subset of a set A is called the power set of A. It is denoted by P of A. ഒരു സെറ്റിലെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക,
ഒരു സെറ്റാണ് സെറ്റ് എ ബി സി. ആ സെറ്റിനകത്ത് ഏതെല്ലാം സബ്സെറ്റുകൾ വരുന്നുണ്ട് എന്ന് നോക്കാം. എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെയാണ് പവർ സെറ്റ് എന്ന് പറയുക. പി ഓഫ് എ, പവർ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പി ഓഫ് എ. പവർ സെറ്റ് എന്ന് പറയുന്നത് സെറ്റാണ്. കേളി ബ്രാക്കറ്റ്സിനകത്ത് ആദ്യം എഴുതുന്നത് നൾ സെറ്റ്. സബ്സെറ്റ്സ് എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തെടുത്ത് പറയുന്നുണ്ട്. നൾ സെറ്റും സെയിം സെറ്റും ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകളാണ്. അതിനാൽ തന്നെ ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് എഴുതുമ്പോൾ നൾ സെറ്റും സെയിം സെറ്റും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് നൾ സെറ്റ്, ഓരോ എലമെൻറ്റ്സ് വരുന്ന സെറ്റുകളാണ്. അതിനെയാണ് സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കുന്നത്. സിംഗിൾട്ടൺ സെറ്റ് എ, സിംഗിൾട്ടൺ സെറ്റ് ബി, സിംഗിൾട്ടൺ സെറ്റ് സി. പിന്നീട് 2 നമ്പേഴ്സ് വരുന്ന സെറ്റുകൾ, സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി. അവസാനമായി 3 നമ്പറും വരുന്ന സെയിം സെറ്റ് എഴുതുക. ഇത്രയും ചേരുന്നതാണ് പി ഓഫ് എ, തന്നിരിക്കുന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷൻ. അതിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഡയഗ്രം കാണാം. ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നതും പവർ സെറ്റുകൾ തന്നെയാണ്. 5 എന്നതിന് പകരം 2 കേളി ബ്രാക്കറ്റ്സ് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അത് നൾ സെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കാം. ഹൗ മെനി സബ്സെറ്റ്സ്, എത്ര സബ്സെറ്റുകൾ ഒരു സെറ്റിൽ ഉണ്ടായിരിക്കും. ഇഫ് ദ ഒറിജിനൽ സെറ്റ് ഹാസ് n members, then the power set will have 2 raised to n members. ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ പവർ സെറ്റിനകത്ത് 2 raised to n members ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കിയാൽ അറിയാം. തന്നിരിക്കുന്ന സെറ്റിൽ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. പവർ സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ്സ് 2 ക്യൂബ്, അതായത് 8 എലമെൻറ്റ്സ് അവിടെ കാണാം. എല്ലാ സബ്സെറ്റുകളും ചേരുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റിനകത്ത് വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 2 ക്യൂബാണ്, ദാറ്റ് ഈസ് 8. ഈ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. സെറ്റിനകത്ത് 1, 2, 3, 4, 5. There are 5 elements. So, n of p of s. n of p of s എന്ന് പറഞ്ഞാൽ പവർ സെറ്റിനകത്ത് വന്നിരിക്കുന്ന എലമെൻസുകളുടെ എണ്ണം. That is equal to 2 raised to n. That is 2 raised to 5, 32. ഇതിൻ്റെ പവർ സെറ്റിനകത്ത് വന്നിരിക്കുന്ന എല്ലാ സബ്സെറ്റുകളുടെയും എണ്ണം എന്ന് പറയുന്നത് 32 മെമ്പേഴ്സ് ആണ്. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. A universal set is the set of all elements under consideration denoted by capital U. For example, for the set of all integers, the universal set can be the set of rational numbers or the set of R of real numbers. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളിൽ എല്ലാ സെറ്റും ഉൾക്കൊള്ളുന്ന രീതിയിൽ വരുന്ന ലാർജസ്റ്റ് സെറ്റ്, അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുക. ഒരു ഉദാഹരണമായി ഇൻറ്റിജേഴ്സിൻ്റെയും അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിൻ്റെയും യൂണിവേഴ്സൽ സെറ്റായി പരിഗണിക്കാവുന്നത് റിയൽ നമ്പേഴ്സിനെയാണ്. ഇൻറ്റിജേഴ്സും അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സും എല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സെറ്റാണ് റിയൽ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സിൻ്റെ യൂണിവേഴ്സൽ സെറ്റായി നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ എടുക്കാം. അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സിനെയും യൂണിവേഴ്സൽ സെറ്റായി എടുക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഗിവൺ സെറ്റ് A equal to set 1, 3, 5, B equal to 2, 4, 6, C equal to 0, 2, 4, 6, 8. Which of the following may be considered as universal set for all 3 sets capital A, B and C? Capital A, B, C കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്? ഈ 3 സെറ്റും ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയ സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. 0, 1, 2, 3, 4, 5, 6. അവിടെ 8 എന്ന നമ്പർ മിസ്സിംഗ് ആണ്. 8 എന്ന നമ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ സി
ആ സെറ്റിൽ വരുന്നില്ല. അതുകൊണ്ട് എ ബി സിയുടെ യൂണിവേഴ്സൽ സെറ്റായി അത് പരിഗണിക്കാൻ സാധിക്കില്ല. അടുത്തത് നൾ സെറ്റാണ്. നൾ സെറ്റിനെ തന്നിരിക്കുന്ന സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റായി പരിഗണിക്കാൻ സാധിക്കില്ല. അടുത്തത് 0 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സിനകത്താണ് ക്യാപിറ്റൽ എ. ഈ സെറ്റിനകത്ത് തന്നെയാണ് ക്യാപിറ്റൽ എ ബി സി 3 സെറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് ഓപ്ഷനാണ് യൂണിവേഴ്സൽ സെറ്റായി പരിഗണിക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, എക്സസൈസ് 1.3യിലെ ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, എക്സാമിൻ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെറ്റ് എ ബി നോട്ട് സബ്സെറ്റ് ഓഫ് സെറ്റ് ബി സി എ. സെറ്റ് എ ബി എന്ന് പറഞ്ഞ സെറ്റിൽ 2 എലമെൻറ്റ്സ് ആണ് ഉള്ളത്, എയും ബിയും. ബി സി എയിലുള്ള എലമെൻറ്റ്സ് ആണ് ബി സി ആൻഡ് എ. അതുകൊണ്ട് തന്നെ എയും ബിയും ബി സി എയുടെ സബ്സെറ്റാണ്. നോട്ട് സബ്സെറ്റ് ഓഫ് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത് ഫോൾസ് ആണ്. അടുത്തത്, സെറ്റ് എ ഈ സബ്സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അത് ശരിയാണ്. എ ഇ ആർ 2 വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അടുത്തത് നോക്കാം. സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 3, 5. അത് നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം 2 എന്ന് പറയുന്ന എലമെൻറ്റ് 1, 3, 5 എന്ന സെറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 1, 2, 3, 1, 3, 5ൻ്റെ സബ്സെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറയുന്നത് 2, 4 ആണ്. അതുപോലെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. അത് വരുന്നത് 1, 2, 3, 4, 6, 9, 12, 18, 36. 2, 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അതുകൊണ്ട് അത് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് ആസ് ഇൻ്റർവെൽസ്. തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമുകളെ ഇൻ്റർവെൽസ് ആയി എഴുതുക. ഫസ്റ്റ് വൺ, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. -4നും 6നും ഇടയിലാണ്. -4 അവിടെ ഇൻക്ലൂഡഡ് അല്ല, 6 അവിടെ ഇൻക്ലൂഡഡ് ആണ്. അവിടെ ആൻസർ വരുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -4, 6 അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. 6 അവിടെ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ആർ -12 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ -10. ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. -12 -10. -12ഉം -10ഉം എക്സ്ക്ലൂഡഡ് ആണ്. അടുത്തത്, എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. അത് 0 ഇൻക്ലൂഡഡ് ആണ്, 7 എക്സ്ക്ലൂഡഡ് ആണ്. 0യുടെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ്, 7ൻ്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ആർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് 3, 4 ആണ്. 3ഉം 4ഉം അവിടെ ഇൻക്ലൂഡഡ് ആണ്. 3 തൊട്ട് 4 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് 3 and 4. അടുത്തത്, റൈറ്റ് ദ ഫോളോയിങ് ഇൻ്റർവെൽസ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. തന്നിരിക്കുന്ന ഇൻ്റർവെൽസിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ആദ്യത്തത് -30, ഓപ്പൺ ഇൻ്റർവെൽ -30. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ മീൻസ് റിയൽ നമ്പേഴ്സ്, -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ലെസ് ദാൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. -3ഉം 0യും അവിടെ ഇൻക്ലൂഡഡ് അല്ല. അടുത്തത് 6, 12. ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6, 12 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അതുകൊണ്ട് തന്നെ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് എഴുതണം. അടുത്തത് 6, 12. 12ൻ്റെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റും 6ൻ്റെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റുമാണ്. സോ 6 ലെസ് ദാൻ എക്സ്, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അങ്ങനെയാണ് എഴുതേണ്ടത്. സെറ്റ്
x such that x belong to R, 6 less than x less than or equal to 12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്. ഓൾ ദ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. പവർ സെറ്റ് എന്ന് പറയുന്നതാണ് എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ്. ഫസ്റ്റ് വൺ സെറ്റ് എ. അതൊരു സിംഗിൾട്ടൺ സെറ്റാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റ്. നമുക്കറിയാം ഒരു പവർ സെറ്റിനകത്ത് വരുന്ന എലമെൻസിൻ്റെ എണ്ണം കണക്കാക്കുന്ന ഇക്വേഷനാണ് 2n. ഒരു സെറ്റിനകത്തുള്ള എലമെൻസുകളുടെ എണ്ണം n ആയാൽ പവർ സെറ്റിനകത്ത് വരുന്ന എലമെൻസുകളുടെ എണ്ണം 2n ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് എ എന്നതാണ്. അത് സിംഗിൾട്ടൺ സെറ്റാണ്. അതുകൊണ്ട് തന്നെ 2n സബ്സെറ്റുകളാണ് ഉണ്ടായിരിക്കുക. 2n എന്ന് പറയുന്നത് 2 തന്നെയാണ്. അവിടെ 2 സബ്സെറ്റ് ഉണ്ടായിരിക്കും. ഇനി അത് ഏതെല്ലാമെന്ന് നോക്കാം. ഇവിടെ നോക്കുക. സബ്സെറ്റ്സ് ഓഫ് സെറ്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഒരു നൾ സെറ്റാണ്. പിന്നീട് ആ സെയിം സെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ് എ. ഈ 2 എലമെൻസ് ആണ് നൾ സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. ഏതൊരു സെറ്റ് എടുത്താലും അതിൻ്റെ സബ്സെറ്റാണ് നൾ സെറ്റ്. അതുപോലെ തന്നെ സെയിം സെറ്റും അവിടെ റിപ്പീറ്റ് ചെയ്യണം. ഈ 2 സെറ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് സബ്സെറ്റുകളുടെ എണ്ണം 2:1. 2 സബ്സെറ്റുകൾ നമുക്കവിടെ കാണാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റ് എ ബി. സെറ്റ് എ ബി എന്ന് പറയുമ്പോൾ 2 എലമെൻസ് ആണുള്ളത്. സോ 2², 4 എലമെൻസ് സബ്സെറ്റിൽ കാണാൻ സാധിക്കും. പവർ സെറ്റ് എഴുതുമ്പോൾ സെറ്റ്, ആദ്യം നൾ സെറ്റ്, പിന്നെ സിംഗിൾട്ടൺ സെറ്റുകൾ സെറ്റ് എ, സെറ്റ് ബി, പിന്നീട് തന്നിരിക്കുന്ന സെറ്റ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. 2 എലമെൻ്റ് ഉള്ള സെറ്റ്. ഇവിടെ വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം 2² ആണ്, 4. അടുത്തത് 1, 2, 3. അതിൻ്റെ സബ്സെറ്റുകൾ നോക്കുക. ആദ്യം നൾ സെറ്റ്, പിന്നീട് സിംഗിൾട്ടൺ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, 2 എലമെൻറ്റ്സ് വരുന്ന സെറ്റ്, സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3, പിന്നീട് 3 എലമെൻറ്റ്സ് വരുന്ന സെറ്റ്, സെറ്റ് 1, 2, 3. അതായത് 3 എലമെൻറ്റ്സ് ഒരു സെറ്റിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിനകത്ത് വരുന്ന എലമെൻസുകളുടെ എണ്ണം 2³ 8 ആയിരിക്കും. ഇവിടെ ആകെ 8 സബ്സെറ്റുകൾ വരുന്നതായി കാണാൻ സാധിക്കും. ഫോർത്ത് വൺ നൾ സെറ്റാണ് തന്നിരിക്കുന്നത്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്ത് ഒരു എലമെൻസ് പോലും ഇല്ല, 0 എലമെൻസ് ആണ്. 0 എലമെൻസ് ഉള്ള സെറ്റാണ്. ആ സെറ്റിനകത്തുള്ള എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇക്വേഷൻ കണക്കാക്കിയാൽ 2⁻0 ദാറ്റ് ഈസ് 1. 2⁻0 ഏത് നോൺ സീറോ നമ്പറിൻ്റെയും ⁻0 ആയാൽ അതിൻ്റെ ആൻസർ 1 ആണ്. n⁻0 ഈസ് 1. 2⁻0 ഈസ് 1. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എലമെൻ്റ് ഉണ്ടാകും എന്നാണ്. അവിടെ വരുന്ന എലമെൻ്റ് ഏതാണെന്ന് നോക്കാം. ദ ഓൺലി സബ്സെറ്റ് ഓഫ് നൾ സെറ്റ് ഈസ് സെറ്റ് നൾ സെറ്റ്. സെറ്റിനകത്ത് എലമെൻ്റായി നൾ സെറ്റിനെ എഴുതുക. അപ്പോൾ അവിടെ സെറ്റിനകത്ത് ഒരു എലമെൻ്റ് വന്നിട്ടുണ്ടാവും. അതാണ് നൾ സെറ്റിൻ്റെ പവർ സെറ്റ്. നൾ സെറ്റിൻ്റെ പവർ സെറ്റ്. ഇത്രയും ടോപ്പിക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. കൃത്യമായി എല്ലാ ടോപ്പിക്കും മനസ്സിലാക്കുക. താങ്ക് യു.